അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വെറൈറ്റി ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഒരു മീഡിയം വലിപ്പമുള്ള കാച്ചിലാണ് എടുത്തിരിക്കുന്നത്. അത് തൊലിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കഴുകി കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇതാണ് ഞാൻ വെറൈറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ രണ്ട് വശവും ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നല്ല കനം കുറച്ച് തന്നെ ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇതേപോലെ കനം കുറച്ച് തന്നെ എല്ലാം ഒന്ന് മുറിച്ച് മാറ്റാം. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നടുവേ ഒന്ന് മുറിച്ചതിന് ശേഷം ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ രണ്ട് വശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ കനം കുറച്ച് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് മുറിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ചക്കയൊക്കെ വറക്കുന്ന പോലെ ആ ഷേപ്പിൽ വേണമെങ്കിലും നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കൂടുതൽ അളവിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എല്ലായിടത്തും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. കുറച്ച് വെച്ചാണ് നമ്മളിത് നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് ക്രിസ്പി ആകുന്ന വരെ ഇതൊന്ന് വറുത്തെടുക്കരുത്. കുറച്ച് ടൈം എടുത്ത് തന്നെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഇതായിട്ട് കിട്ടുന്നവരെ ഇത് വറുത്തെടുക്കുക. അപ്പോൾ കരിഞ്ഞു പോകാണ്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നല്ല പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇത് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക. അപ്പോൾ അടുത്തത് ഞാൻ ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് എല്ലാ വശവും ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ സമയമെടുത്ത് റെഡിയാക്കി രണ്ടാമത്തേതും ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ലാസ്റ്റ് വണ്ണ് ഉണ്ട്. അതും കൂടി ഇതേപോലെ ഒന്ന് വറുത്ത് എടുക്കാം. അപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതും വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂടോടുകൂടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.